ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. വിഷു എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ഫ്ലവറാണ് കണിക്കൊന്ന. ഇന്ന് നമുക്കൊരു ആർട്ടിഫിഷ്യൽ കണിക്കൊന്ന ഉണ്ടാക്കി നോക്കാം. അതിന് ഞാൻ ഓർഗാനിക് ക്ലോത്താണ് എടുക്കുന്നത്. ഓർഗാനിക് ക്ലോത്ത് എടുത്ത് നമുക്ക് അത് സമചതുരത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. സമചതുരത്തിൽ കട്ട് ചെയ്തതിന് ശേഷം അത് നേർ പകുതിയായി മുറിച്ചെടുക്കാം. അതായത് ഒരു കോണിൽ നിന്നും മറ്റേ കോണിലേക്ക് കത്രി വെച്ച് മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് 2 ത്രികോണ പീസുകളായി കിട്ടും. അതിനുശേഷം 2 ത്രികോണങ്ങളിൽ ഒന്നെടുത്ത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ പിടിച്ച് അതിൻ്റെ നടുവശം ചെറുതായി ഒന്ന് മടക്കി അതിൻ്റെ 2 സൈഡും ഇതുപോലെ ചേർത്ത് വെച്ച് ഫോൾഡ് ചെയ്ത് നമുക്ക് കണിക്കൊന്നയ്ക്ക് വേണ്ട ഇതളുകൾ ഉണ്ടാക്കിയെടുക്കാം. കണിക്കൊന്നയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഇതളുകളാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വേണം ഇതളുകൾ ചുറ്റിയെടുക്കാൻ. അതിനുശേഷം അതിൻ്റെ നടുവിലെ മൊട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനും ഇതുപോലെ തന്നെ ഓർഗാനിക് ക്ലോത്ത് ചുമ്മാ ഒന്ന് ചുരുട്ടിയെടുത്ത് ബോൾ പോലെയാക്കി അതിന് പുറമെ ഗ്രീൻ ടേപ്പ് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു പൂമൊട്ട് റെഡിയായി കിട്ടും. അതിനുശേഷം കത്രിക വെച്ച് ഗ്രീൻ ടേപ്പ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്ക് പെറ്റൽസ് എടുക്കാം. ഇതളുകൾ എടുത്ത് 4 എണ്ണം ചേർത്ത് വെച്ച് അതിൻ്റെ നടുവിൽ പൂമൊട്ട് വെച്ച് നമുക്ക് നൂല് കൊണ്ട് പയ്യെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇതളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ പതിയെ വേണം നൂല് ചുറ്റുവാനും കെട്ടിക്കൊടുക്കാനും. കെട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് ഇതളുകൾ നന്നായി ഒന്ന് പിടിപ്പിച്ച് കൊടുക്കണം. ഇതളുകൾ വളഞ്ഞോ പുളിഞ്ഞോ ഒന്നും പോയാൽ പൂവിന് ഭംഗി ഉണ്ടാവില്ല. ഇതളുകൾ എപ്പം ഒന്ന് അനങ്ങിയാലും നമുക്ക് നല്ല നടുവിലൊന്ന് അമക്കി പിടിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ റൗണ്ട് ഷേപ്പിൽ വന്നോളും. അതിന് ശേഷം നമുക്കൊരു കമ്പി എടുത്ത് റൗണ്ടിൽ ചുറ്റി കൊടുക്കാം. ഇത് നമുക്ക് ഗ്രീൻ ടേപ്പ് പൊട്ടിച്ച് എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് നന്നായി ഫോൾഡ് ചെയ്ത ശേഷം ഒരു ഗ്രീൻ ടേപ്പ് എടുത്ത് കമ്പി കാണാത്ത വിധത്തിൽ പതിയെ പ്രസ് ചെയ്ത് നമുക്ക് റോൾ ചെയ്ത് ചുറ്റിയെടുക്കാം. പതിയെ വേണം പൂവിൽ പിടിക്കുന്നത്, അല്ലെങ്കിൽ അത് വിട്ടു പോകാനോ അല്ലെങ്കിൽ അതിൻ്റെ ഭംഗി പോകാനോ വഴിയുണ്ട്. പതിയെ നമുക്ക് റോൾ ചെയ്ത് ഇതുപോലെ കുറേ അധികം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ഇതളുകൾ. അതിനുശേഷം ഒരു വലിയ കമ്പി എടുത്ത് അതിൽ ഗ്രീൻ ടേപ്പ് ചുറ്റി അറ്റത്ത് ഇതുപോലെ ഒരു മൊട്ടുണ്ടാക്കിയെടുക്കാം. അതും ഇതുപോലെ നമുക്ക് നൂല് വെച്ച് ഒന്ന് കെട്ടിക്കൊടുക്കണം, അല്ലെങ്കിൽ അത് വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിലായിട്ടാണ് നമ്മൾ എല്ലാ ഇതളുകളും ആഡ് ചെയ്യാൻ പോകുന്നത്. ഈ നൂല് ചുറ്റിയെടുത്ത ശേഷം നമുക്ക് ഗ്രീൻ ടേപ്പ് വെച്ച് പയ്യെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇതും കൂടെ ചുറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇതളുകളെല്ലാം ആഡ് ചെയ്യാൻ പറ്റും. ചെറുതായി ഒന്ന് ഇതിൽ ചുറ്റുന്നത് ഇതിൻ്റെ മഞ്ഞ ഭാഗം വെളിയിൽ കാണാതിരിക്കാൻ വേണ്ടിയാണ്. അത് ചുറ്റിയെടുത്ത ശേഷം ഓരോ ഇതളുകളും ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഓരോ മൊട്ട് നമ്മൾ കണിക്കൊന്ന കാണില്ലേ, അതിൻ്റെ ഏറ്റവും താഴെ മൊട്ട്. അതിന് ശേഷമാണ് പതിയെ ഓരോ പൂക്കളും മുകളിലേക്ക് വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിലും റോൾ ചെയ്ത് കൊടുക്കേണ്ടത്. അറ്റത്ത് മൊട്ട്, അതിനുശേഷം ചെറിയ പൂ, അതുപോലെ തന്നെ 4 ദിശയിലോട്ടും വരുന്ന രീതിയിൽ പതിയെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്ത് വേണം പോകാൻ വേണ്ടി. നമ്മൾ റോൾ ചെയ്യുന്നതിനും ഒരു ഭംഗി വേണം, അല്ലെങ്കിൽ ഇത് കാണാൻ ഒരു ഭംഗിയില്ലാതാകും. റോൾ ചെയ്യുമ്പോൾ മഞ്ഞ ഭാഗം എടുത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ കമ്പി കാണുകയോ ഒന്നും ചെയ്യരുത്. അങ്ങനെ ശ്രദ്ധയോടെ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. അപ്പം എല്ലാവർക്കും ഹാപ്പി